തദ്ദേശ വാർഡ് വിഭജന ബില്ല് 5 മിനിറ്റിൽ പാസാക്കി നിയമസഭ. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്ന അജണ്ടയിൽ പോലും ഭേദഗതി വരുത്തിയാണ് ബില്ല് പാസാക്കിയത്. പ്രതിപക്ഷം സഹകരിക്കാത്തതാണ് കാരണമെന്ന് മന്ത്രി MP രാജേഷ് ന്യായീകരിച്ചു. തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് 2024 കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ പാസാക്കണം എന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി 2024 കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. കേരള മുനിസിപ്പാലിറ്റി ബില്ലും കേരള പഞ്ചായത്ത് രാജ് ബില്ലും 5 മിനിറ്റ് കൊണ്ടാണ് നിയമസഭ പാസാക്കിയത്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട നിർണായകമായ ബില്ലാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും വിടാതെ അതിവേഗം സർക്കാർ പാസാക്കിയത്. പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടാണെന്നും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടേണ്ട ആവശ്യമില്ലെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. ചർച്ചയ്ക്ക് പൂർണ്ണമായും സർക്കാർ തയ്യാറായിരുന്നു. സബ്ജക്ട് കമ്മിറ്റി ചർച്ചയ്ക്ക് വിടുന്നതിന് പോലും പ്രതിപക്ഷത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നേരത്തെ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച പാസാക്കിയ ഒരു ബില്ലാണ് എന്നതായിരിക്കാം കാരണം. അത് വീണ്ടും ഒരു തവണ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം 2020 പാസാക്കിയ അതേ കാര്യമല്ലേ. അത് ഈ പ്രക്രിയയൊക്കെ കഴിഞ്ഞിട്ടാണ് സബ്ജക്ട് കമ്മിറ്റി പോയി, സബ്ജക്ട് കമ്മിറ്റിയിൽ നിന്ന് തിരിച്ചു വന്നു, 2 തവണ സഭ ചർച്ച ചെയ്തു, അങ്ങനെ അംഗീകരിച്ചൊരു കാര്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം ഇനിയിപ്പോൾ അതൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാടിൽ എത്തിച്ചേർന്നത്. ഞങ്ങൾക്കൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ആവാമായിരുന്നു. അതിനൊരു സാവകാശമില്ല. അവർ സഹകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അവർ സഹകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. അനൗപചാരികമായി ആശയവിനിമയം നടത്തിയിരുന്നു പ്രതിപക്ഷമായിട്ട്. അവർ പറഞ്ഞു ഞങ്ങൾ ഇതിൽ സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പാസ്സാക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയുമില്ല എന്ന് പറഞ്ഞു. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കുന്നത് അസാധാരണ ഘട്ടങ്ങളിൽ മാത്രമാണ്. ബാർക്കോഴ ആരോപണത്തിൽ MP രാജേഷിനെതിരായ പ്രതിപക്ഷ ബഹളം നടക്കുന്നതിനിടയിലാണ് അതേ മന്ത്രിയുടെ മറ്റൊരു വകുപ്പിലെ നിർണായകമായ ബില്ല് പാസാക്കിയതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.